കേന്ദ്രത്തിനെതിരായ പരാമർശങ്ങൾ ഉൾപ്പെടെ വായിച്ച് ആർലേക്കറുടെ നയപ്രഖ്യാപനം. സംസ്ഥാന സർക്കാരും ഗവർണറും രമ്യതയിൽ. ഏറെക്കാലത്തിന് ശേഷം സംസ്ഥാന സർക്കാരും ഗവർണറും രമ്യതയിൽ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ നിയമസഭയിലെ നയപ്രഖ്യാപനം. സർക്കാർ എഴുതി നൽകിയതിൽ വെട്ടിക്കുറയ്ക്കലോ തിരുത്തലോ ഇല്ലാതെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള നിയമസഭയിൽ തന്റെ ആദ്യ നയപ്രസംഗം പൂർത്തിയാക്കിയത്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായില്ലെങ്കിലും സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വായിക്കാൻ ഗവർണർ തയ്യാറായി എന്നത് ശ്രദ്ധേയം. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പ്രസംഗം കയ്യടിയോ ഡെസ്കിലടിച്ച ശബ്ദമുണ്ടാക്കലോ ഇല്ലാതെയാണ് ഭരണപക്ഷം കേട്ടിരുന്നത്. പ്രതിപക്ഷത്തു നിന്നും പ്രതിഷേധ സ്വരങ്ങളും ഉയർന്നില്ല. ആദ്യ പ്രസംഗത്തിലെത്തുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ തുടക്കത്തിൽ തന്നെ പ്രകോപിപ്പിക്കേണ്ടെന്ന കരുതലാണ് കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയത്. എന്നാൽ വായ്പാ നിയന്ത്രണം, GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതുപോലുള്ള കേന്ദ്ര നടപടി മൂലം സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ വസ്തുതാപരമായി പറഞ്ഞുവെക്കുകയും ചെയ്തു. ആരിഫ് മുഹമ്മദ് ഖാനോട് സ്വീകരിച്ച തീവ്ര നിലപാട് അർലേക്കറോട് ആദ്യം തന്നെ വേണ്ടെന്ന തന്ത്രപരമായ നിലപാടാണ് ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിഫലിച്ചത്. കഴിഞ്ഞ വർഷം ജനുവരിയിലെ സമ്മേളനത്തിൽ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് സഭ വിട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 78 സെക്കൻഡ് മാത്രമാണ് അന്ന് പ്രസംഗം നീണ്ടുനിന്നത്. ഇതോടെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം എന്ന റെക്കോർഡ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരിലാകുകയും ചെയ്തു.